സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. സാർ, ഇറാനും അമേരിക്കയുമായിട്ട് 14 ഇന ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞു. പല വ്യവസ്ഥകളുമുണ്ട്. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നു. അവർക്ക് ഏതാണ്ട് 24 ബില്യൺ മറ്റേ അമേരിക്ക തടഞ്ഞു വെച്ചിരുന്ന $24 ബില്യൺ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. ഹോർമൂസ് പുനഃസ്ഥാപിക്കുമെന്നൊക്കെ പറയുന്നു. ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് കുറേയൊക്കെ ചർച്ച ചെയ്തതാണ്. നമുക്കിതിൽ താല്പര്യമുള്ള ഏക വിഷയം, ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നേരെ താഴോട്ട് വരുന്നുണ്ട്. നമ്മുടെ പെട്രോൾ ഡീസൽ വില വലിയ രീതിയിൽ മുമ്പോട്ട് പോയിരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള ദിവസങ്ങളാണ് വരുന്നത്, അല്ലേ സാറേ? അല്ല, പ്രേമൻ ആദ്യം പറഞ്ഞൊരു വാചകത്തിൽ തന്നെയാണ് എനിക്ക് ആദ്യത്തെ ശ്രദ്ധ കൊണ്ടുവരാനുള്ളത്. പ്രേമൻ പറഞ്ഞത് ആര് തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ടായിരുന്ന ഇറാനും അമേരിക്കയും തമ്മിൽ, അല്ലേ? ട്രംപ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു മര്യാദക്ക് നിന്നില്ലെങ്കിൽ വീണ്ടും ബോംബിടുമെന്നൊക്കെ. ആരെ? ഇറാനെതിരെ ബോംബിടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരാളുണ്ടായിരുന്നു പ്രേമ, അതുവരെ നമ്മൾ വിട്ടുപോകരുത്. ഇസ്രായേൽ, അല്ലേ? അതെ, ഈ യുദ്ധത്തിന് കാരണമായത് ലെബനനുമായിട്ടുള്ള വെടിനിർത്തലും ഉറപ്പുവരുത്തണമെന്ന് ഇറാൻ പറയുന്നുണ്ട്. എങ്ങനെയാകുമോ എന്തോ. ഇവിടാണ് പ്രശ്നം. അപ്പൊ ഇതൊരു രണ്ട് കക്ഷികൾ തമ്മിലുള്ള എഗ്രിമെന്റ് അല്ല വേണ്ടത്. ഇതൊരു ട്രൈപാർട്ടി എഗ്രിമെന്റ് ആണ് വരേണ്ടത്. ശരിയാണ്. ഇതിനകത്തിലെ രാജാവ് ഈ ഇസ്രായേലിന്റെയും കൂടെ അധിപൻ, സേനാധിപനോ അല്ലെ ഇസ്രായേലിൻ നാഥനായിട്ടൊക്കെ ഉള്ളത് ട്രംപ് ആണ് ഇപ്പോഴ്. അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേല് മോശക്കാരല്ല. അവര് മോശക്കാരല്ലല്ലോ. അവര് ലെബനനെ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വീണ്ടും അടി നടക്കുന്നുണ്ട്. ഈ എഗ്രിമെന്റ് പറഞ്ഞുകൊണ്ട് ട്രംപ് പറയുന്നതിനിടയിലും അവര് തമ്മിൽ അടി നടക്കുന്നുണ്ട്. അത് തീരത്തില്ല. അത് തീരുകയല്ല ഒരു കാരണവശാലും ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. രണ്ടിലൊന്നേ ബാക്കി കാണത്തുള്ളൂ അതിനകത്ത്. അതാണ് അവിടെ പോകുന്നത്. അതിന്റെ ഒരു ബാക്കി പത്രമായിരുന്നു ഇറാനിലേക്ക് വന്നുകൊണ്ടിരുന്നത്, അല്ലേ? ഇവിടെ ഈ പ്രോക്സികളെ, ഹൂതികളെ ഇവർ ഉപയോഗിക്കുന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ പ്രതികരണം കൂടെ നമ്മൾ അറിയണം. ഒരു പക്ഷെങ്കിൽ ട്രംപ് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ, ട്രംപ് ആയിരിക്കും അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഇറാൻ അംഗീകരിച്ചു. പറഞ്ഞതുപോലെ ഈ വ്യവസ്ഥകളെല്ലാം ഇറാൻ അംഗീകരിച്ചിട്ടാണ് ഇപ്പൊ ചരിത്ര പ്രശ്നം നമ്മൾ പറയുന്നില്ല, എന്താണ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു എഗ്രിമെന്റിന് അത് ഒപ്പിട്ട് യുദ്ധം തീരുകയാണ്. ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. എന്തിനായിരുന്നു ഈ 10-100 ദിവസത്തിലധികം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച ആയുധങ്ങളെല്ലാം കളയുകയും എണ്ണ നാശമാക്കി ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സമ്പദ് വ്യവസ്ഥ തകർക്കുക, GCC രാഷ്ട്രങ്ങളടക്കം ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ കൂടെ ആശങ്കയുടെ മുന്നിൽ നിർത്തുക. നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ അടക്കമുള്ള ലോക രാജ്യങ്ങളിലെ എണ്ണ വിലയെ ഉയർത്തി, അല്ലേ? പെട്രോളിന്റെ, ഡീസലിന്റെ, LPGയുടെ എല്ലാം വില ഉയർത്തുകയൊക്കെ ചെയ്തിട്ട് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? കുറെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇറാനിൽ കുറച്ച് ആളുകളെ കൊന്നു. പിന്നെ ആകെ കൂടെ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ പരമോന്നത ആധ്യാത്മിക നേതാവിനെ 1-ാം ദിവസം തന്നെ കരിച്ചില്ലാതാക്കാൻ കളഞ്ഞു. അതാണ് അവരുടെ യുദ്ധസന്നാഹത്തിന്റെ വഴി അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഖമേനിനെ ഇല്ലാതാക്കി. പക്ഷെ രാജ്യം പിടിച്ചെടുക്കാൻ പറ്റിയോ? അങ്ങനെയാണല്ലോ പോയത്. ആദ്യം പറഞ്ഞത് എന്താണ്? രണ്ടുപേരും കൂടെ ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ തോളെ കൈയിട്ടുണ്ട്. എന്താണ് ട്രംപ് ആദ്യം പറഞ്ഞത്? ഞങ്ങൾ ആദ്യത്തെ ദിവസം അങ്ങോട്ട് ചെല്ലും, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആക്രമിച്ചാൽ ഉടൻ തന്നെ ഈ പറഞ്ഞ പോലെ രാജ്യം പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. 3 days അല്ല, 3 days പറഞ്ഞു, അല്ലെങ്കിൽ വിത്തിൻ 7 days, ഒരു വീക്കിനകം ഞങ്ങൾ ഇറാനിനെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? ഇപ്പോഴവിടെ പിടിച്ചെടുക്കാൻ പറ്റിയോ? ഒരാഴ്ചയും പോയിട്ട് 100-ലേറെ ദിവസങ്ങൾ ഇത്രയേറെ പണവും ആയുധവും, അല്ലെ? $2400 ബില്യൺ അമേരിക്കൻ തീർന്നത്. അതാണ് പറയുക. അതിപ്പോ ഔദ്യോഗിക കണക്കുകൾ, അനൗദ്യോഗിക കണക്ക് എത്ര വരും എന്നുള്ളത് കണ്ടറിയാം. 43 വിമാനങ്ങൾ, ഫൈറ്റർ വിമാനങ്ങളെ F-35, അമേരിക്ക വലിയ സാങ്കേതിക മികവ് പറയുന്ന വിമാനങ്ങളെ F-35 അടിച്ചവരെ ദൂരെ കളഞ്ഞില്ലേ? അപ്പൊ ഇറാന്റെ ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് ട്രംപിന് പറ്റിയ ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത്. കൊണ്ടാണ് ഒരു പക്ഷെങ്കില് മൊസാദ് കയ്യിലുണ്ടായിട്ട് പോലും ഈ ഇസ്രായേലിന് പറ്റിയ തകരാർ അവിടെയാണ്, അല്ലെങ്കിൽ അബദ്ധം അതാണ്. അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഇന്റർഫിയറൻസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാത്ത ചില സൈനിക ശക്തികൾ, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചൈനയൊക്കെ അതിനകത്തിലേക്ക് കയറി വന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ശേഷി, ഇത്രയും വലിയ പ്രഹരശേഷി F-35 അടക്കമുള്ള വിമാനങ്ങളെ അടിച്ചിടാനും, അതേപോലെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കെതിരെ നേർക്ക് നേരെ നിൽക്കുകയാണ്.
അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നിൽക്കുകയാണ്. ആ കൊച്ചു രാജ്യം USS ഇല്ലേ, ജെറാർഡ് കൊച്ചു ഫോർഡ് രാജ്യം അവിടുന്ന് എന്ന് പറഞ്ഞാൽ പിൻവലിക്കേണ്ടി വന്നു. അതിനെന്താ തീപിടുത്തം ഉണ്ടായെന്നൊക്കെയാ പറഞ്ഞത്. പ്രേമ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത് പലതും വെളിയിൽ പറയാനൊക്കത്തില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ശക്തനായ ഒരുത്തന ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കെ ഒരു തുമ്പലാണ് അടിച്ചതെന്ന് നമുക്ക് മിണ്ടാനൊക്കെ വെളിയിൽ മിണ്ടാൻ വയ്യാത്ത ചില സാഹചര്യങ്ങളും ട്രംപിനുണ്ടായി. ശരിക്കും ശരി. പുള്ളിക്ക് ചെവിക്കുറ്റിക്കൊക്കെ നമ്മൾ പറയുന്നത് കർണക്കുറ്റിക്ക് അടി കിട്ടുന്ന രീതിയിലുള്ള കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പറയുന്ന സാങ്കേതിക പ്രശ്നമാണ്, അല്ലെങ്കിൽ അറിയാതെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് ആ സാധനം ഇങ്ങോട്ട് കൊണ്ടതാണ്, അല്ലെ ഇസ്രായേലിന്റെ ഇതിന്റെ ഇപ്പുറത്തൂടെ പോയ വഴി കൊണ്ടതാണ് എന്നൊക്കെ അല്ലേ പറയാനൊക്കെ. പക്ഷെ അതെ. യാഥാർത്ഥ്യമൊന്നും അല്ലെന്നാണ് അവിടെ വരുന്ന കാര്യങ്ങൾ പറയുന്നത്. ശരി, നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ അങ്ങ് വിടാം തൽക്കാലം. കുറേയൊക്കെ നമ്മൾ ഈ 100 ദിവസമായിട്ട് യുദ്ധം തന്നെ കേട്ടോണ്ടിരിക്കുക. ഒരു ആശ്വാസമുള്ള കാര്യം നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കുറച്ചിൽ, അല്ലെങ്കിൽ ആ വില കുറയുന്നത് എത്രത്തോളം നമുക്ക് പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രേമ, ഇപ്പൊ മറ്റേ ഈ വലിയ കനാലൊക്കെ കെട്ടിക്കിടന്ന വെള്ളം തുറന്നു വിട്ട പോലത്തെ ഒരു അവസ്ഥയിലേക്കായിരിക്കും എണ്ണയൊഴുക്ക് വരാൻ പോകുന്നത്. ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കെട്ടിക്കിടന്ന ഒരു വലിയ ജലപ്രവാഹം നമ്മൾ എങ്ങനെ തുറന്നു വിടും? നമ്മൾ കണ്ടില്ലേ, പ്രളയകാലത്തൊക്കെ ഇടുക്കി ഡാം തുറന്നു വിട്ടതുപോലെ 5 വാൽവിൽ കൂടെ തുറന്ന സർവീസിൽ കൂടെ വെള്ളം ഒഴുകിയത് പറയുമ്പോൾ ഓർക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു എണ്ണയൊഴുക്കായിരിക്കും നടക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസ് ആണെന്നല്ല അല്ലേ? പിന്നെ അതുപോലെ ഖത്തർ LPG-യിലാണെങ്കിലും ശരി, എത്രയോ ദിവസങ്ങളിലെ മാസങ്ങളിലെ പ്രൊഡക്ഷനാണ് അവിടെ കെട്ടിക്കിടന്നിരുന്നത്. അതെല്ലാം കൂടി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എത്രയും പെട്ടെന്ന് മാറ്റിയെങ്കിലേ പറ്റുള്ളൂ. എത്രയും തന്നെ അല്ലെങ്കിൽ അടുത്ത സ്റ്റോക്ക് അവർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അത്ര ശേഖരമുണ്ട് അതിനകത്ത്. അപ്പൊ ഒരു വലിയ എണ്ണയൊഴുക്ക് ഉണ്ടാകും. ഇറാനിൽ നിന്നാണ് വരാൻ പോകുന്നത്. ഏറ്റവും വലിയ എണ്ണയൊഴുക്ക് വരാൻ പോകുന്നത് ഇറാനിൽ നിന്നായിരിക്കും. അത് റഷ്യ എണ്ണ വരും. റഷ്യൻ എണ്ണയും വരും. കാരണം അവർ ഓൾറെഡി തന്നെ അവരുടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ മിനിമൈസ് ചെയ്തിരുന്നു. റഷ്യയുടെ എണ്ണ മേടിക്കുന്ന രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഈ ട്രംപിന്റെ ഒരു വലിയ ഭീഷണി ഉണ്ടായിരുന്നല്ലോ. നിങ്ങളത് ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഫൈൻ, നമുക്കെതിരെ ഫൈൻ ഒക്കെ അടിച്ചു കളഞ്ഞല്ലോ പുള്ളി. ഇന്നലെ പുള്ളിയുടെ പ്ലേറ്റ് മാറ്റി കേട്ടോ. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോ അറങ്ങാതിൽ നിന്ന് വന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത്, ആകെ കൂടെ ആ ഫ്രാൻസിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴേ പുള്ളി എഴുന്നേറ്റൊന്ന് കൈ കൊടുത്തുള്ളെന്നാ പറഞ്ഞത്. ബാക്കിയുള്ള ലോക നേതാക്കന്മാർ വന്ന സമയത്ത് ട്രംപ് ഇരുന്നോട്ടാ കൈ കൊടുത്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പുള്ളി പതുക്കെ ഒന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് കൈ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആ ഒരു ഭയം നമ്മളോടുണ്ട്. പക്ഷെ എങ്കിലും എന്നിട്ട് പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന്റെ വാചകങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കാം. നമുക്കെതിരെ പെനാൽറ്റിയൊക്കെ അടിച്ചിട്ട് പറഞ്ഞത്, ഇന്ത്യ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കുമെന്ന്. എന്തിനാ? എന്ത് പ്രത്യേകിച്ച് ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന്. എന്തിന്? എന്ത് കാര്യത്തിന്? സൈനികപരമായിട്ട് നമുക്ക് അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല ഇവരെ കൊണ്ട്. ഇവർ ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇവര് പാകിസ്ഥാൻ ആയുധം കൊടുക്കുകയും അതിനെ കൂടെ വേഷം മാറിച്ച പിന്നെ ഉള്ള പരിപാടികളൊന്നും ചെയ്യാതിരുന്നാൽ മതി. ആ ആയുധ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ നമ്മള് സാധനങ്ങൾ വിൽക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ, നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ എത്തി. പിന്നെ എന്താ കാര്യത്തിനാ? പിന്നെ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്. വെനിസ്വേലയെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. വെനിസ്വേലയെ പിടിച്ചു വെച്ചിട്ടുള്ളത് നല്ലപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇടയ്ക്ക് പറയുകയും ചെയ്തു, എന്റെ ഒത്തിരി എണ്ണ ഇരിപ്പുണ്ട്, ക്രൂഡ് ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതും തരാമെന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ പറഞ്ഞില്ലേ, ചില അന്താരാഷ്ട്ര ധാരണ അനുസരിച്ച് അമേരിക്കൻ എണ്ണയും മേടിക്കേണ്ടി വരും. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ എണ്ണയും റഷ്യൻ എണ്ണയും എത്ര തോതിൽ പുറത്തേക്ക് പമ്പ് ചെയ്യുമെന്നുള്ളത് അറിയണം. ഇപ്പൊ പ്രേമം പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ബ്രന്റ് 114 വരെ പോയതാണ്. ഈ യുദ്ധ സമയത്ത് 114 വരെ ഡോളർ വരെ വന്നിരുന്നു അല്ലേ? എന്തായാലും 110 കട്ട് ചെയ്തു. 110 കട്ട് ചെയ്തത് മുകളിൽ പോയതാണ്. വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കൂട്ടിയത്. നമ്മൾ എണ്ണ വരെ ചെറുതായിട്ട് നമുക്കിവിടെ പെട്രോളും ഡീസലിനും ഒക്കെ വില കൂട്ടിയതിന്റെ, അതുപോലെ LPG-യുടെ പ്രശ്നത്തിലും അതാണ് നമുക്ക് സംഭവിച്ചത്. കാരണം നമ്മുടെ കപ്പലെല്ലാം ഓൾമോസ്റ്റ് തടയപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടിയാണ്. എന്നിട്ട് പോലും 5-6 കപ്പൽ കൊണ്ടുവരാൻ പറ്റിയത് നമുക്ക് മാത്രമാണ്. ആ സമയത്ത് തടഞ്ഞത് കൊണ്ടാണ് എണ്ണ വില കയറിപ്പോയത്. അതാണ് യുദ്ധം തീർന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഇന്നത്തേത് അല്ലെ, ഇപ്പൊ നമ്മൾ കാണുന്നത് 78 മറ്റോ ആണെന്ന് തോന്നുന്നു. $78 എന്ന് പറഞ്ഞ എത്ര രൂപയുടെ 78 പ്രേമം? 78 മറ്റോണ് ബ്രന്റ് ഇറങ്ങി നിൽക്കുന്നത്. ഒരു പക്ഷെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാറാം. ഈ പിന്നെ ഈ എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ തള്ളിച്ച മാർക്കറ്റിലേക്ക് കെട്ടിക്കിടന്നതെല്ലാം കൂടെ തള്ളിക്കയറി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാന്റേതും അതേപോലെ തന്നെ റഷ്യയുടെയും എണ്ണ ധാരാളം മാർക്കറ്റിലേക്ക് ഒഴുകും. അങ്ങനെ ഒഴുകി വരുമ്പോൾ ഏറ്റവും വലിയ ബയേഴ്സ് ആണ് നമ്മൾ ചൈനയുമാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ.
നമുക്ക് ഡിമാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ റഷ്യ നമുക്ക് എത്രയാണ് തന്നുകൊണ്ടിരുന്നത്? ഈ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ വിരോധം തന്നെയായിരുന്നല്ലോ നമ്മളോട്. നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിനെക്കാട്ടിലെ 10ഉം 15ഉം അല്ലേ ആ ഡോളറിന്റെ കുറവിലായത് നമുക്ക് എണ്ണ തന്നുകൊണ്ടിരുന്നത്. കാരണം അവരുടെ അതുപോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വില കുറച്ച് കിട്ടുന്ന നമ്മളെല്ലാം മേടിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ എണ്ണ വില കുറച്ച് മേടിക്കുന്നത് കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ട്രംപിന് സൂക്കേട് തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചിലപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി പോകുന്നൊക്കെ ഉള്ള ചില പരാമർശങ്ങളൊക്കെ വന്നിരുന്നില്ല. അപ്പൊ ഈ പുള്ളിയുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ചില കച്ചവടങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെയായിരിക്കും ഇറാനിൽ നിന്ന്. ഇറാന്റെ ഉപരോധം നീങ്ങുകയാണ്. ഇതുവരെയുള്ള മറ്റ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണ നമുക്ക് മേടിക്കാനൊക്കത്തില്ല. അമേരിക്കൻ നിയന്ത്രണങ്ങൾ, അവരുടെ ഇമ്പോസിഷൻ, ഒരുപാട് നിരോധനം ആ രാജ്യത്തിന് മേലെ അവർ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പൊ ഈ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അതൊക്കെ വരും. ഇപ്പൊ ലോകരാജ്യങ്ങൾക്കെല്ലാം എണ്ണ വയ്ക്കാം എന്നൊരു എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ഇറാൻ എണ്ണയായിരിക്കും അല്ലേ? ഇറാൻ എണ്ണ നന്നായിട്ട് ഇന്ത്യക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ വാങ്ങിക്കും, നമ്മൾ നല്ല ഷെയർ മേടിക്കും. അതിപ്പോ റഷ്യയുമായിട്ട് മത്സരവും വരും. മനസ്സിലായില്ലേ? ഇപ്പൊ ആരാണ് ആദായത്തെ വില കച്ചവടമായിട്ട് വരും. എണ്ണ ഇപ്പൊ ഇത്ര രൂപ 15 മറ്റേ എത്ര എന്ന് പറയും 75 78 എന്ന് പറയുമ്പോൾ ഞങ്ങൾ 75 തന്നേക്കാം എന്ന് ഉടനെ അപ്പുറത്തൊരാൾ ഞങ്ങൾ 70 തന്നേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ വില കുറഞ്ഞെടുത്ത് പോകും. അതാണ് ഈ പറഞ്ഞത്. ലോക മാർക്കറ്റിലേക്ക് ക്രൂഡ് തുറന്നു വരികയാണ്. അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിട്ട് വരാൻ പോകുന്ന രാജ്യം ഇന്ത്യയുമാണ്. അതുപോലെ എൽ പി ജി എന്ന ഖത്തറിന്റെയും അവരുടെയും പ്രൊഡക്ഷനൊക്കെ എന്തുമാത്രം വന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നല്ല. അപ്പൊ ഈ സാധനങ്ങളെല്ലാം വരും. ഈ സാധനങ്ങളെല്ലാം ധാരാളമായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ എണ്ണവില കുറയും. എണ്ണവില കുറയുമെന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പൊ ഇന്നോ നാളെയോ കുറയുമെന്ന് ചോദിച്ചാൽ കുറയത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വേറെ ചില സാഹചര്യങ്ങളുണ്ട്, രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ എണ്ണ കമ്പനികൾക്ക് ഈ 2-3 മാസം വലിയ ഷോക്കായിരുന്നു. അവരുടെ ഒരുപാട് സാമ്പത്തിക വശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ഇളവ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ വില കയറ്റി നോക്കി. എന്നിട്ട് പോലും നഷ്ടത്തിലാണ് എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് മുതലാകത്തില്ലാത്തൊരവസ്ഥയിലേക്കാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ മറ്റ് വരുമാന മാർഗങ്ങളിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എണ്ണയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. രാജ്യത്തിന് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് പൈസ വേണം, ഇതിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇന്നോ നാളെയോ അല്ലെങ്കിൽ 2 ഒരാഴ്ചക്കോ എണ്ണ വില കുറയത്തില്ല. പക്ഷെ കുറയും. എനിക്ക് തോന്നുന്ന ഒരു ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് എണ്ണ വിലയും നല്ല പെട്രോളും ഡീസലും ഒരു നല്ല കുറവ് വരുത്താൻ സാധിക്കും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ കൂടിയ വില എന്തായാലും കുറയും. പിന്നെ പഴയ രീതി അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല 10 രൂപ കൂട്ടുകയാണെങ്കിൽ 2 രൂപയെ കുറയ്ക്കത്തുള്ളൂ. അത് ഏത് ഗവൺമെന്റിന്റെ നയമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. കേന്ദ്ര ഗവൺമെന്റിന് പൈസ വേണ്ടിയിട്ട് മാത്രമല്ല. സംസ്ഥാനങ്ങള് ഇപ്പൊ എണ്ണവില കുറയ്ക്കാൻ നമ്മുടെ കേരളം ആവശ്യപ്പെടും. എന്തുകൊണ്ടാ കേരളം നമ്മുടെ ടാക്സ് കുറയ്ക്കാഞ്ഞത്? നമ്മൾ 30 രൂപ 1 ലിറ്റർ മേടിക്കുന്നുണ്ട് അല്ലേ? അത് വരുമാനമാണ്. അത് കേന്ദ്ര നികുതിയായിട്ട് കിട്ടുന്ന ഇതായതുകൊണ്ട് ആരും തയ്യാറാകത്തില്ല. അപ്പൊ സത്യത്തില് ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിന് എണ്ണ വില കുറയ്ക്കണമെന്ന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ജനങ്ങളെ കണ്ടിട്ട് പൊടിയിടാൻ വേണ്ടി അവർ പറയും, കണ്ടോണ്ടോ കേന്ദ്രമാണ് കൂട്ടിയെന്നൊക്കെ പറയും. ഞങ്ങൾ തയ്യാറാണ്. അരും കൂട്ടി കുറച്ചില്ലല്ലോ. ഈ സർക്കാരും കുറച്ചു. ആരും കുറച്ചില്ല. 1 രൂപ പോലും കുറച്ചില്ല. പിന്നെ അത് തന്നെയാണ് സെസ്സും മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇതിനു വേണ്ടി നമ്മള് വലിയ കൊള്ളപ്പലിശയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ? കിഫ്ബിക്ക് വേണ്ടി കൊള്ളപ്പലിശയ്ക്ക് വേണ്ടി 2 രൂപ സെസ്സും മേടിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് എടുത്ത് കളയുമായിരിക്കും. കിഫ്ബി സെസ് ചിലപ്പോൾ അവരുടെ പലിശയ്ക്കുള്ള സെസ് എടുത്ത് കളയുമായിരിക്കും. പക്ഷെ കുറയും. എണ്ണവില കുറയും. സ്വാഭാവികമാണ്. അത് സ്വാഭാവികത്തെ പറ്റുകയുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് വേറൊരു പ്രശ്നം ഇതിനിടയിൽ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ബ്ലെൻഡഡ് പെട്രോൾ സാധനങ്ങൾ വരുന്നത് അതും വരുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത്. എഥനോൾ അല്ലേ? അതായത് കരിമ്പിൽ നിന്ന് ഇപ്പൊ അത് 85 ആണ്. ഈ 85-ലാണ് ഇപ്പോഴേ. പക്ഷെ അതിപ്പോ 100% ആക്കിയിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്യാവുന്ന സാധനങ്ങൾ. അതായത് ഇതിന്റെയും വേണ്ട. കാരണം ക്രൂഡ് ശേഖരം ലോകരാജ്യങ്ങളിലൊക്കെ കുറഞ്ഞു വരികയാണ്. ഈ ഹൈഡ്രോ കാർബൺസ് ഡെപ്പോസിറ്റ് കുറഞ്ഞു വരികയാണ്. ഏതെങ്കിലും ഒരു പക്ഷെങ്കില് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എണ്ണ ശേഖരം കുറയും പറയുമ്പോ അതങ്ങനെയാണത്. അത്രയും വലിയ എടുത്തൊക്കെ ഒരു സമയം വരും. അതിന് എപ്പോഴാണെന്ന് പറയാൻ നോക്കത്തില്ല. ചിലപ്പോൾ 5 കൊല്ലം ആകും, 10 കൊല്ലം അത് കുറയും. അപ്പോഴത്തേക്ക് അനന്ത സോഴ്സ് ഓഫ് എനർജി നമ്മൾ കണ്ടുപിടിക്കണം. ഊർജ്ജ സ്രോതസ് കണ്ടുപിടിക്കണം. അതാണ് ഇലക്ട്രിക് ഇതിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ ബ്ലെൻഡഡ് പെട്രോൾ ബ്ലെൻഡ് ചെയ്യുന്നതെന്നല്ല. ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ അമേരിക്ക ഗോതമ്പിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പഞ്ചസാര ഒരു വലിയ ഘടകമായിട്ട് എടുക്കുന്നുണ്ട്. പഞ്ചസാരയിൽ നിന്നും ഗോതമ്പ്, അരി, ചോളം ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന പ്രോഡക്റ്റ് എടുക്കുക. അതിനെയാണ് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്ന പെട്രോൾ. അത് വെഹിക്കിൾസിന്, വാഹനങ്ങൾക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് കാർബൺ എമിഷൻ ഇല്ല അവിടെ. അതായത് പുറത്തേക്ക് നമ്മൾ മലിനീകരണം ഉണ്ടാകുന്നില്ല.
പക്ഷെ ഇപ്പൊ ഈ 100ന് അതായത് ടോട്ടൽ ബ്ലെൻഡഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിന് 85 രൂപ വരുമെന്നാണ് പറയുന്നത്. പെർ ലിറ്റർ 85 രൂപ വരും. പിന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. വാഹനങ്ങളിന് അതിനനുസരിച്ചുള്ള എഞ്ചിന് മറ്റു കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷൻ വേണം. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി അത്രയും ഉണ്ടാകത്തില്ലെന്നല്ലാണ് പറയുന്നത്. പെട്രോളിന്റെ എഫിഷ്യൻസി ഈ എഥനോളിന് കാണത്തില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ ഇനി കണ്ട് പരിചയിച്ച് വരേണ്ട കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ പെട്രോൾ വില ഇപ്പൊ 100ന് താഴേക്ക് ഇറങ്ങിയാലും 90ന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ബ്ലെൻഡഡിന് ഇത്രയുള്ള 85 നിൽക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും അതിൽ വരാനില്ല. അപ്പോഴും ക്രൂഡ് തന്നെയുണ്ട്, നമുക്ക് ആശ്രയിക്കാമെന്നുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, ഇത് വ്യത്യാസം വരും. ഈ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പെട്രോൾ ഡീസൽ വിലയിൽ കുറവുണ്ടാകും. എൽ പി ജി കയറിപ്പോയതും അതേപോലെ തന്നെ മറ്റേ ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഇതുണ്ടായിരുന്നല്ലോ, വ്യാവസായിക പിന്നെ സിലിണ്ടറുകളുടെ വില, അതിലൊക്കെ നല്ല കുറവ് വരും. അത് വലിയ നമ്മൾ പറയാം അന്യായമായിട്ട് കയറ്റായി പോയി. അത് കാരണം 1,100 രൂപയ്ക്ക് കൂടുമ്പോഴത് ഹോട്ടലുകളൊക്കെ ഹോട്ടൽ വ്യവസായം കൂട്ടിപ്പോയി. എങ്ങനെ താങ്ങാൻ പറ്റും പ്രേമ? ചായക്ക് ഇപ്പൊ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന ഒരു അര ഗ്ലാസ് ചായയുണ്ട്. അര ഗ്ലാസ് ചായക്ക് അയാൾ 15 രൂപ മേടിച്ചെന്നോട്. അപ്പൊ ഞാനൊന്നും വേണ്ടിയില്ല. എന്നോട് ചോദിച്ചു സാറിന് വല്ല അഭിപ്രായം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എനിക്കറിയാം. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ ചെയ്തിട്ട് 6 ഗ്ലാസ് ആയി പോകും ചിലപ്പോഴും. കാരണം ഇത് മുതലാകത്തില്ല. പാലിന്റെയും വില കൂടിയല്ലോ. പാലിന്റെ വില കൂടി. അയാൾ പറഞ്ഞു സർവ്വ വസ്തുക്കൾക്കും വില കൂടി. പാലിന് പെർ ലിറ്റർ 4 രൂപ കൂടിയിട്ടുണ്ട്. കുറ്റിക്ക് 1,100 രൂപ വില കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ തരും സാർ? 12 രൂപയ്ക്ക് ഞാൻ എങ്ങനെ ചായ തരും? അന്നും 10-12 രൂപയ്ക്ക് ചായ തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ചായയുടെ അളവ് കുറച്ച് പിന്നെ ആദ്യമൊക്കെ ഒരു 3/4 ഗ്ലാസ് ഒക്കെ തരുമായിരുന്നു. ഇപ്പൊ 1/2 ഗ്ലാസ് തരത്തുള്ളൂ. എനിക്കറിയാം, ഞാനൊന്നും വേണ്ടി കഴിഞ്ഞാൽ 4 ഗ്ലാസ് ആക്കി കളയും. കാരണം അയാളുടെ കുഴപ്പമല്ലോ. അയാളെ നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ പാല് മേടിക്കുന്നതിന് പൈസ കൊടുത്ത് മേടിക്കുന്നതിന്. അപ്പൊ അതാണ് നമ്മുടെ ഈ അടിസ്ഥാനമായിട്ട് ഒരുപാട് ഹോട്ടലുകളെ അടച്ചുപൂട്ടി. അതേപോലെ തന്നെ പിന്നെ മറ്റു വസ്തുക്കൾക്ക് പൊറോട്ടയ്ക്ക് 15 രൂപ 20 രൂപയൊക്കെ അല്ലേ, 15 രൂപ മുതൽ 20 രൂപ വരെയൊക്കെ മേടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് പിന്നെ ഇതിന്റെ ഭാഗമാണ്. വില കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വിലക്കയറ്റം ഉണ്ടാവും. പെട്രോൾ ഡീസലിന് വില കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക കാര്യമാണ്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മാറ്റം വരും. നമ്മുടെ എക്കോണമിയിൽ വലിയ മാറ്റം വരും. സാമ്പത്തിക ഇതിനകത്ത് വലിയ മാറ്റം വരും. പക്ഷെ നമുക്ക് ഇനി ഒരു 2-3 മാസം കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ 2-3 മാസം കൂടെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു ഓണക്കാലം, എനിക്ക് തോന്നുന്നത് ഓണക്കാലം ഓണം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ എക്കോണമി അതിന്റെ ഒരു നല്ല കുതിപ്പിലേക്ക് നമ്മൾ ഒരു ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. ഒരു പക്ഷെങ്കില് പിന്നെ തേർഡ് എക്കോണമി പിന്നെ ലോകത്തെ 3ാം ശക്തിയാകാനുള്ള ഒരു തയ്യാറ്, അതിന്റെ എല്ലാ സന്നാഹങ്ങളും പ്രധാനമന്ത്രി ഒരുക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇപ്പൊ ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അറിയാം. ഇപ്പൊ ട്രംപുമായിട്ട് ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും സ്വകാര്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് ഇനി വരാൻ, ഒരുപാട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പവർ സെക്ടറിലാണെങ്കിലും ഇതിലൊക്കെ സംബന്ധിച്ച് ഒരുപാട് കരാറും വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫൈനൽ രൂപം എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. രാജ്യം ഒരു കുതിപ്പിലേക്ക് തന്നെ തയ്യാറെടുക്കുകയാണ്. പക്ഷെ ഈ നമ്മളുടെ കുറ്റം കൊണ്ടുണ്ടായ ഈ സംഭവത്തിന് ഒരു 2-3 മാസം കൂടെ ഒരു പക്ഷെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. നന്ദി സാർ.